സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയുടെ കുറച്ച് പൂക്കിത്തരങ്ങളെ പറ്റിയാണ്. അതായത് ഇന്ന് ഞാൻ കണ്ടൊരു പോസ്റ്റാണ്, KSRTC ഡ്രൈവറിന് സസ്പെൻഷൻ, അല്ലെങ്കിൽ KSRTC ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. എന്താണ് കാര്യം എന്നറിയാമോ? നമ്മുടെ പൂക്കി CMന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതാണ് ഏറ്റവും വലിയ കുറ്റം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പോസ്റ്റിൽ, VD സതീശനെതിരെ, മുഖ്യമന്ത്രി VD സതീശനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ, നടപടി ഇടുക്കി നെടുങ്കണ്ടം യൂണിറ്റിലെ ഡ്രൈവർ സുനിൽകുമാറിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകളുടെ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ചിരിക്കുന്നുണ്ടല്ലോ, മോർഫ് ചെയ്ത് തോന്നിവാസം കാണിച്ച പിന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പറയുന്നുണ്ട്. ഒരു കാര്യം പറയാം കേട്ടോ, ഏകാധിപത്യമായാൽ ജനം തെരുവിലിറങ്ങും കേട്ടോ. അപ്പോൾ നാളെ ഇത് സ്മൃതി മേഡം അറിഞ്ഞോ, ചർച്ച കാണുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകളുടെ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ഒരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം യദു എന്ന് പറയുന്ന ഒരു ഡ്രൈവറിനെ പറ്റി അറിയാം അല്ലേ? KSRTC സ്വിഫ്റ്റ് ബസ്സിൽ, ആ ബസ്സിലിരുന്നു കൊണ്ട് യദു, ഈ പറയുന്ന അന്നത്തെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനുമായിട്ടുണ്ടായ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. ആര്യ രാജേന്ദ്രൻ അവരുടെ സ്വകാര്യ വാഹനം ഈ ബസ്സിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് കുറുകെ ഇടുകയും ഈ യദുവിൻ്റെ അടുത്ത് പല കാര്യങ്ങളും ചോദിക്കുന്ന സമയത്ത് യദു തിരിച്ച് മറുപടി പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. അന്നത്തെ സമയത്ത് നമ്മൾ യദുവിനെ സപ്പോർട്ട് ചെയ്തതാണ്. ആര്യ രാജേന്ദ്രൻ പാവമാണെന്നല്ല ഞാൻ പറയുന്നത്, അധികാരത്തിന്റെ ദുർവിനിയോഗം എല്ലാം ചെയ്ത് അധികാരത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വൃത്തികെട്ട പരിപാടികൾ കാണിച്ച ഒരു സ്ത്രീ തന്നെയായിരുന്നു ആര്യ രാജേന്ദ്രൻ. ആ ഒരു കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ ഈ യദു എന്ന് പറയുന്നൊരു പയ്യൻ, അല്ലെങ്കിൽ യദു എന്ന് പറയുന്നൊരു ഡ്രൈവർ, അയാൾ ചെയ്തത് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് വീണ്ടും അയാളെ ജോലിയിലേക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തതെന്നുള്ളത് ഗണേഷ് കുമാർ പറയുന്ന ഒരു അഭിമുഖത്തിൽ നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് യദുവിനെ നമ്മൾ തിരികെ എടുക്കാത്തത്. അതായത് വാഹനം ഓടിക്കുന്ന സമയത്തെല്ലാം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പല കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യദുവിനെ തിരികെ ജോലിയിലേക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം, അതൊരു സേഫ്റ്റിയുടെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെയും അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ യദുവിനെ ചേർത്ത് പിടിക്കുന്ന കുറെ കൊങ്ങിക്കുട്ടന്മാരും സംഘിക്കുട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും ഒരു ആയുധം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വലിയൊരു ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാനായിട്ടിരിക്കുന്ന കുറച്ചധികം ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലൊരു അവസരമാണ് ആര്യ രാജേന്ദ്രന്റെ വിഷയത്തിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെയും ഈ കോർപ്പറേഷൻ, ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പോകാൻ ഏറ്റവും പ്രധാന കാരണമായതും ഈ ആര്യ രാജേന്ദ്രന്റെ വിഷയം തന്നെയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മിക്കതും അവരെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പോരായ്മകൾ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പോരായ്മകളെ മാത്രമാണ്. ഈ ഇടതുപക്ഷ സർക്കാർ ഈ നാടിന് വേണ്ടിയും ഈ നാട്ടുകാർക്ക് വേണ്ടിയും ചെയ്യുന്ന പല കാര്യങ്ങളും അവർ മറച്ചു വെക്കുകയാണ്. അതായത് യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇല്ലാ വചനങ്ങൾ, അല്ലെ ഇല്ലാത്ത കുറെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം ഒരു ക്യാപ്സ്യൂൾ എന്നോണം എല്ലാ ആളുകളുടെയും ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് കയറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് മാധ്യമങ്ങൾ. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ വളരെ മോശപ്പെട്ടൊരു മനുഷ്യനാണോ എന്ന് കരുണാകരന്റെ മകളുടെ അടുത്ത് ഒരു അവതാരകൻ ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരി കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. പുള്ളിക്കാരി പറയുന്നത്, പിണറായി വിജയൻ മോശമല്ല എന്ന് ഞാൻ പറയുന്നില്ല, മോശമാണ്. പക്ഷേ അത്രയ്ക്ക് മോശമാണോ എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഒരു മറുപടി എന്നോണമാണ് ആ ഒരു മേഡം മറുപടി കൊടുക്കുന്നത്. ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. പിണറായി വിരുദ്ധ വന്നു, അതൊരു വലിയ തരംഗമായി മാറി എന്ന് പറയുന്നു. അതെ, അത്രയ്ക്ക് മോശം മുഖ്യമന്ത്രി ആയിരുന്നു പിണറായി? എനിക്ക് തോന്നണില്ല അത്രയ്ക്ക് മോശമായിരുന്നു. പക്ഷെ എന്നാലും ഇത് പിണറായിനെ മാത്രം പറഞ്ഞിട്ടാണ് അവര് ഇതാക്കിയത്. കൂടെയുള്ള മന്ത്രിമാരെയോ അവരൊന്നും കുറ്റം പറയാൻ ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടുമില്ല. ഇദ്ദേഹത്തിനെ അങ്ങോട്ട് ഭീകരരൂപതാക്കി ആൾക്കാരുടെ ഇടയില്. വല്ല നമ്മള് പറയില്ലേ, കുട്ടികളെ പേടിപ്പിക്കുന്നത്, പ്രേതം വരണോ യശു വരണോ പറഞ്ഞതേ പിണറായി വരണോ എന്നുള്ള രീതിയിൽ പേടിപ്പിച്ചു ആൾക്കാര്. അതിനൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അതും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സാധാരണ വികസന പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തിയില്ലേ? അത്യാവശ്യമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ സോഷ്യൽ മീഡിയയുടെ ഗുണം അവരത്ര അറിഞ്ഞില്ല. അവര് നമ്മള് ചെയ്യുന്നുണ്ടല്ലോ, കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മാതിരി അല്ലല്ലോ പിണറായി വിജയൻ, കരുണാകരനൊക്കെ പറയുന്നവരൊരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേരുന്ന ആൾക്കാരാണ്. ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഇത്രയും ആപത്തുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല ആള്. പൊതുവെ എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഒരു വ്യക്തിപരമായി വിലയിരുത്തുന്നത്? വ്യക്തിപരമായിട്ട് ഒരിക്കലും മോശം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്റെ അച്ഛനായിട്ടൊക്കെ നല്ല അടുപ്പായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഞാൻ എന്നൊരു ഭാവമില്ലേ, അതുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്ത് ചെയ്താലും ഞാൻ എന്നുള്ള. അപ്പൊ കൂടെയുള്ളവർക്ക് അത് പിടിക്കില്ല. കാണുമ്പോഴൊക്കെ വളരെ നല്ല പെരുമാറ്റവും ഇതൊക്കെ. ഞാൻ അത്രയും സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നും, അതായത് സ്വന്തം കഴിവുകൾ
കണ്ടില്ലേ? അതായത് ഒരു ധാർഷ്ട്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ആ ധാർഷ്ട്യം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെയാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ ക്യാമ്പയിൻ എന്നോണം എടുത്തിട്ട് അലക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ വരും വരായികളെ പറ്റി ചിന്തിക്കാൻ ഒരു കാര്യങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെയും അതിലുള്ള പല ആളുകളുടെയും ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ചാൻസുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ മനസ്സിലായിട്ടുള്ള UDF നല്ല രീതിയിൽ ഇന്നിപ്പോൾ കയറി പോകുന്നുമുണ്ട്. അതായത് പൂക്കി CM എന്നൊക്കെ പറയുന്നത് പോലെ പുതിയ പുതിയ ഓരോ എഡിഷൻ അല്ലെ പുതിയ പുതിയ ഓരോ ട്രെൻഡിങ്ങുമായിട്ട് വരുന്ന CMനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാത്തൊരു മനുഷ്യനായിരുന്നു പിണറായി വിജയൻ. ക്യാമറയുടെ മുൻപിൽ അഭിനയിക്കാൻ അറിയാത്ത, ആളുകളുടെ മുൻപിൽ ഒരു കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് നിൽക്കാൻ അറിയാത്ത, എന്ത് പറഞ്ഞാലും അതെല്ലാം നേടിക്കൊടുക്കാൻ മാത്രം അറിയാവുന്ന, രാഷ്ട്രീയം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ജീവിതവും ഇല്ലാതെ ഇരുന്ന ആ ഒരു മനുഷ്യന് ഇതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അയാളുടെ തെറ്റല്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യാനായിട്ട് മുന്നിലേക്ക് നിന്നത്. ഇതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ വെറും റീൽസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അന്തിച്ചർച്ചകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു CM ആയി മാറിയേനെ. ഇത് റീൽസ് ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ പിണറായി വിജയനെ നമുക്ക് നോക്കി അറിയാൻ സാധിക്കും. അപ്പോൾ VD സതീശൻ്റെ ആ ഒരു പ്രശ്നത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചാനൽ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. സതീഷിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ. ഇടുക്കി നെടുങ്കണ്ടം യൂണിറ്റിലെ ഡ്രൈവർ സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധം മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചതിനാണ് നടപടി. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, പണ്ട് പിണറായി സർക്കാരിന്റെ കാലത്തും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന ചിലർക്കെതിരെ നടപടികൾ ഉണ്ടായി. ഇപ്പോൾ VD സതീഷിന്റെ കാലത്തും മുഖ്യമന്ത്രിയെ വിമർശിച്ചു ഒരുപക്ഷെ മോർഫ് ചെയ്ത് വ്യക്തിഹത്യ നടത്തുന്നു എന്ന മട്ടിൽ പോസ്റ്റ് ഇട്ടതിനാണ് നടപടി എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കാര്യം? എന്താണ് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്? ഡോക്ടർ അരുൺ, നെടുങ്കണ്ടം ഡിപ്പോയിലെ ഡ്രൈവറായിട്ടുള്ള സുനിൽകുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അയാളുടെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസ് നേതാക്കളെ അവഹേളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മാറിയ സാഹചര്യമുണ്ട്. ഭരണം മാറിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള അശ്ലീല കമന്റോടെയാണ് ഈ ചിത്രം പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ പോസ്റ്റ് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാനും സാധിക്കില്ല. എന്തായാലും വകുപ്പ് തല അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് CM കണ്ടില്ലേ? കാലങ്ങൾക്ക് മുൻപേ തന്നെ കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞുകൊണ്ട് അല്ലെ കോൺഗ്രസിനെതിരെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നതാണ് ഈ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെന്നാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കെതിരെയും ഇതുപോലെയുള്ള കേസുകൾ വരാൻ കേട്ടോ. അതായത് നമ്മളും കൂടുതലും ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്, ഇടതുപക്ഷം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ പറ്റിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി വലതുപക്ഷം ചെയ്തു കഴിഞ്ഞാൽ ആ വലതുപക്ഷത്തിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. പക്ഷെ പ്രത്യേകിച്ചൊന്നും വലതുപക്ഷം ചെയ്യുന്നില്ല. ഇടതുപക്ഷം എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് വലതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലത് ചെയ്താൽ നല്ലത് തന്നെ പറയണം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഈ കോൺഗ്രസിനെതിരെ പോസ്റ്റ് ഇടുന്ന ഒരുത്തിനെ കൊടുക്കാനായിട്ട് പലതവണയായിട്ട് കാത്തിരിക്കുകയായിരുന്നു VD സതീശൻ അടക്കമുള്ള ആളുകൾ. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ മോർഫ് ചെയ്തൊരു ചിത്രം, അത് മോർഫ് ചെയ്യാൻ പാടില്ല, പക്ഷെ മോർഫ് ചെയ്തൊരു ചിത്രം ഇട്ട് എന്നറിഞ്ഞപ്പോൾ നല്ലൊരു അവസരമായിട്ട് ഇളങ്ങ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൂക്കിയാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നത് നല്ല ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, പൂക്കിയാണ്. എന്ത് ചോദിച്ചാലും നമുക്കൊരു തമാശ എന്നോണം അല്ല ഒരു സുഹൃത്ത് എന്നോണം നമുക്ക് പറയാൻ പറ്റുമെന്നാണ് പലരും പറയുന്നത്. എന്തേ ഇങ്ങനെ ഒരു പൂക്കി CMന് ഇതാ പറയുന്ന ആ ഒരു KSRTC ഡ്രൈവർ ഒരു തമാശ എന്നോണം ഇട്ടതാണെന്ന് തോന്നിയില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഒരു പൂക്കി CM ആയിരുന്നുവെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ഒരു ചിരിയോടുകൂടി മാത്രം കാണുന്നതായിരുന്നു എന്നുണ്ടെങ്കിൽ, ആ ചിരിയിലൊരു കള്ളത്തരം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു നിസ്സാരമായിട്ട് പോട്ടെ മോനെ ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അത് വിടാം. പക്ഷേ അങ്ങനെ വിടുന്നതിന് പകരം ഇതിനെതിരെ കേസ് എടുത്തുകൊണ്ട് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നു തെറ്റ് തന്നെയാണ്, തെറ്റ് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ CMനെ വെച്ചിട്ട് പലരും പറയുന്നത് മുഖ്യമന്ത്രിയെ പോലെ ധാർഷ്ട്യമുള്ള ഒരാളൊന്നും അല്ല എന്നാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കെതിരെ ഈ പറയുന്ന ആക്ഷൻ എടുത്തു എന്നുള്ളൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. അയാൾ ശരിക്കും കോൺഗ്രസിനെതിരെ ഈ പറയുന്ന പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കോൺഗ്രസ് ഭരണത്തിൽ വന്നപ്പോൾ, ഭരണമാറ്റം വന്ന സമയത്ത് പണി കൊടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചാനൽ പറയുന്നത്. എനിക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഡ്രൈവറായിരുന്ന യദു കൃഷ്ണനെ പുറത്താക്കിയെന്നറിഞ്ഞപ്പോൾ വലിയ രീതിയിൽ കിടന്ന് മെഴുകിയിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇന്ന് ഈ പറയുന്ന ഒരു പോസ്റ്റിന്റെ പേരിൽ മാത്രം ഒരാളെ പുറത്താക്കിയിട്ട് അതിനെപ്പറ്റി മെഴുകുന്നത്.
അന്ന് യദുകൃഷ്ണൻ ഒരു സ്ത്രീക്കെതിരെയാണ് അതിക്രമം കാണിച്ചതെങ്കിൽ ഇന്ന് ഈ പറയുന്ന വി ഡി സതീശനെതിരെ ഒരാളൊരു പോസ്റ്റ് ഇട്ടു എന്നതിൻ്റെ പേരിൽ അയാളെ പുറത്താക്കിയിരിക്കുകയാണ്. എത്രയെത്ര പോസ്റ്റുകൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനടക്കം അല്ലെങ്കിൽ അവർക്കെതിരെ അടക്കം വന്നിട്ടുണ്ട്. കൂട്ടത്തിലുള്ള എത്രയെത്ര മന്ത്രിമാർക്കെതിരെ വന്നിട്ടുണ്ട്. അന്നൊന്നും അവരാരും ആരെയും പറഞ്ഞു വിടാനോ അല്ലെങ്കിൽ അവരെ ഒന്നും ചെയ്യാനോ ശ്രമിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും സ്ത്രീകൾക്കെതിരെ ഒരു അക്രമം നടക്കുന്ന സമയത്ത്, സ്ത്രീകളെ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്നോ പറയുന്നോ എന്നറിയുന്ന സമയത്ത് മാത്രമാണ് ഇവർ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ജനാധിപത്യ രാജ്യത്ത്, അല്ലെങ്കിൽ ജനങ്ങളാണല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കാണല്ലോ ആധിപത്യം. ആ ഒരു രാജ്യത്ത് ജനാധിപത്യം എന്നതിനേക്കാൾ അപ്പുറം രാജ അല്ലെങ്കിൽ രാജാവ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. EVM-ൽ കൂടിയോ അല്ലെങ്കിൽ EVM തട്ടിപ്പിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തട്ടിപ്പിൽ കൂടിയോ ഒക്കെയാണോ ജയിച്ചതെന്നുള്ളത് നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു സംഘിക്കുട്ടനെ ഇങ്ങോട്ടേക്ക് ഇറക്കിയിരിക്കുന്നത്. അതായത് മുഖ്യ ഇലക്ഷൻ ഓഫീസർ ആയിരുന്ന ഒരു സംഘിക്കുട്ടനെ എടുത്തിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി ആക്കിയത് നമ്മൾ കണ്ടു. എന്തിനാണ്? കേരളത്തിൽ സംഘികൾക്ക് മെഴുകാൻ വേണ്ടി ഒരു താവളം ഒരുക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അതല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഏറ്റവും സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയും. അപ്പോൾ ഇതിലൊക്കെ തുടരന്വേഷണം വരട്ടെ. വീണ്ടും ഒരു ഇലക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നിശ്ചയമാണ്, സുനിശ്ചിതമാണ് വിജയം LDFന് തന്നെ ആയിരിക്കും എന്നുള്ളത്. കാരണം ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികൾ അല്ലെ പ്രവർത്തനങ്ങളൊന്നും ആരും മറന്നിട്ടില്ല. പക്ഷേ ഇതിൽ എന്തൊക്കെയോ തിരിമറികളും അട്ടിമറികളും നടന്നിട്ടുണ്ട്. അത് അന്വേഷിക്കപ്പെടണം. അന്വേഷിച്ച് കണ്ടെത്തി അതിൽ ആരാണോ തെറ്റുകാർ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പൂക്കി CM-ന്റെ പൂക്കിത്തരങ്ങൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.